ഒരിക്കൽ നബി തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ നിൽക്കുകയാ. അള്ളാഹു ജന്നത്തുൽ ബഖീ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോയി കാണണ്ടേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് കിടക്കുന്ന, നബിതങ്ങളുടെ പൊന്നുമകൾ കിടക്കുന്ന, കൊച്ചുമക്കൾ കിടക്കുന്ന, അള്ളാഹുവെ സ്വഹാബത്ത് കിടക്കുന്ന, എന്തിനാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കിടക്കുന്ന ജന്നത്തുൽ ബഖിയ അള്ളാഹു ഒരു 6 അടി മണ്ണ് അള്ളാഹു ഇവിടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കത്ത് കിടന്ന് മരിക്കണോ മദീനത്ത് കിടന്ന് മരിക്കണോ? വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതിയോ? എവിടെ കിടന്നാ മരിക്കേണ്ടത്? ഇന്നും ആരോ പറഞ്ഞു ഉസ്താദെ ഉംറയ്ക്ക് പോയി മരണപ്പെട്ടു എന്ന്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എടോ മദീനത്ത് പോയി കിടന്ന് മരിക്കണമെങ്കിൽ അതിന് യോഗം വേണം. മുത്തുനബിയുടെ ചാരത്ത് കിടക്കണ്ടേ? അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ ഒരു പ്രായം ചെന്ന കേരളത്തിൽ രാമനാട്ടുകര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എങ്ങാണ്ടുള്ളൊരു ഉമ്മ റൂമിന്റെ വെളിയിൽ വലിയ ബഹളം കേൾക്കുന്നു, വലിയ ശബ്ദം. ഉംറയ്ക്ക് അമീറായി പോകുന്നവർക്കറിയാം, പടച്ചോനെ ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും, പിന്നെ പോകുമ്പോൾ അടുത്തതിനെ കാണത്തില്ല, വലിയ പാടാ. അങ്ങനെ വല്ലാത്ത വിഷമത്തിൽ റൂമിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ റൂമിന്റെ വെളിയിൽ ഭയങ്കര ശബ്ദം കേൾക്കുന്നു, പെണ്ണുങ്ങളുടെ ശബ്ദം കേൾക്കണേ. ഉറക്കത്തിൽ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കുമ്പോൾ പെണ്ണുങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ലഗേജ് കിട്ടുക. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ലഗേജ്. ഇന്ന് ഉംറ കഴിഞ്ഞ് വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവനെക്കാളും ലഗേജുമായിട്ടാണ് എല്ലാവരും വരുന്നത്. ഇന്നത്തെ ഉംറയ്ക്ക് അങ്ങനെ ആയിപ്പോയി. അപ്പൊ ലഗേജ് എല്ലാവരും വലിച്ചു കെട്ടുന്നുണ്ട്. പടച്ചോനെ, ഒരു ഉമ്മ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്, ഒരു സാധുവായൊരു ഉമ്മ. ആ ഉമ്മ കരയുന്നുണ്ട്, പാവം. ഞാൻ ആ ഉമ്മയുടെ ചാരത്ത് പോയിട്ട് ചോദിച്ചു, ഉമ്മായിക്ക് ലഗേജ് ഒന്നും കെട്ടണ്ടേ? ഉമ്മായിക്ക് ലഗേജ് ഒന്നും കെട്ടണ്ടേ? ആ സമയത്ത് ആ മാതാവ് കണ്ണിന് കാഴ്ചയില്ല ആ ഉമ്മയ്ക്ക്. ആ ഉമ്മ പറയുന്നു, മോനെ, എൻ്റെ ബാഗിനകത്ത് ഞാൻ കഫൻ തുണിയും വാങ്ങിച്ചു വെച്ചിട്ടാ വന്ന ഇവിടെ കിടന്ന് മരിക്കാൻ. എൻ്റെ ബാഗിനകത്ത് ഞാൻ കഫൻ തുണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കിടന്ന് മരിക്കുന്നതിന് വേണ്ടി കഫൻ തുണിയുമായിട്ടാണ് ഞാൻ വന്നേ. നാളെ രാവിലെ പോവാ, എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന സങ്കടത്തോടെയാണ് ഞാൻ കരയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം അവിടെ പോയി കിടന്ന് മരിക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അള്ളാഹു ആ ജന്നത്തുൽ ബഖീൽ ഒരു 6 അടി മണ്ണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീൽ നിൽക്കുകയാണ്. നബി തങ്ങൾ ജന്നത്തുൽ ബഖീൽ നിൽക്കുമ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഇനി എന്നാണ് പടച്ചവനെ കാണുന്നത്? എൻ്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത്? അപ്പൊ സഹാബികൾ ചോദിക്കുന്നു, നബിയെ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ? അല്ല. നബി തങ്ങളോട് ചോദിക്കുകയാ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ എൻ്റെ സഹാബികളാ, എൻ്റെ അനുചരന്മാരാ, എൻ്റെ സഹോദരങ്ങൾ നിങ്ങളല്ല. അപ്പൊ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ആരാ നബി അങ്ങയുടെ കൂടപ്പുറപ്പുകൾ, അങ്ങയുടെ സഹോദരങ്ങൾ ആരാ? ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? നിങ്ങളെല്ലാവരും എന്നെ കണ്ടവരാണ്, എൻ്റെ കൂടെ നടന്നവരാണ്, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്. എങ്കിൽ പടച്ചവനെ, എൻ്റെ സഹോദരങ്ങൾ ആരാണെന്നറിയുമോ? അവര് ജീവിതത്തിൽ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. പടച്ചവനെ കാണാതെ എന്നെ സ്നേഹിച്ചവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്നവർ നമ്മൾ ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ, അല്ലാഹുവേ, നബിതങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവരാണ് എൻ്റെ കൂടപ്പിറപ്പ്, അവരാണ് എൻ്റെ കൂടപ്പിറപ്പ്, അവരാണ് എൻ്റെ സഹോദരങ്ങൾ, അവരെയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, എൻ്റെ ഉപ്പമാരോട്, എൻ്റെ ഉമ്മ പെങ്ങന്മാരോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുണ്ടോ? സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്ന് നമുക്കറിയില്ലല്ലോ. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് ഇതുവരെ നമുക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയാൻ നമ്മൾ മടിക്കില്ലായിരുന്നു. ആദരവായ പ്രവാചകൻ നബി
മുഹമ്മദ് മുസ്തഫ, ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് എന്തെന്നറിയുമോ? ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, മോനെ, നീ ഒരു പെണ്ണിനോട് കാണിക്കുന്ന പ്രേമമല്ലടാ. ആത്മാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്നേഹിക്കണമെന്നറിയുമോ? എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതെന്നറിയുമോ? പടച്ചവനെ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയാട് മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു. കാണാ സുന്ദരനാണ്, വല്ലാത്ത സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാണ്. പടച്ചവനെ, സൗബാ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സൗബാൻ ഇങ്ങനെ കടന്നു വരികയോ, പ്രവാചകന്റെ കണ്ണപടന്ന് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സൗബാ, നിനക്കെന്തു പറ്റി സൗബാഹു തആല അൻഹു? പടച്ചവനെ, തൊലിയുടെ നിറം അവിടെന്ന് മാറിയിരിക്കുകയാ, അവിടുത്തെ ശരീരത്തിലെ നിറം മാറിയിരിക്കുകയാണ്. പടച്ചറപ്പേ, എല്ലും തോലുമായിരിക്കുകയാ, എല്ലും തോലുമായിരിക്കുകയാണ്. സൗബാ റളിയല്ലാഹു തആല അൻഹു മെലിഞ്ഞു മെലിഞ്ഞു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സൗബാ, എന്തെങ്കിലും രോഗമുണ്ടോ സൗബാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയെ. പിന്നെ എന്തേ നീ ഇങ്ങനെ ആയി പോയത്? വിഷമം എന്തേ സൗബാന്? നിനക്കെന്ത് പ്രയാസമാണുള്ളത്? എനിക്ക് സമാധാനമില്ല നബിയെ, എനിക്ക് സമാധാനമില്ല നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, നിനക്ക് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? എന്താണ് നിന്റെ വിഷയം? പരിഹരിക്കാ സൗബാന്. നബി തങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോ സൗബാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല, അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നവുമില്ല. ഉയർന്ന സ്ഥാനത്തുമാണല്ലോ പടച്ചവനെ, എനിക്ക് നബിതങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. ആ സങ്കടം കൊണ്ടാണ് പടച്ചവനെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ വരുമ്പോൾ കരഞ്ഞ് കരഞ്ഞു പട്ടിണി കിടന്നിട്ട് തൻ്റെ ശരീരത്തിന്റെ നിറം മൂലം അവിടെ നിന്ന് മാറുകയാ, ശരീരം മുഴുവനും മെലിഞ്ഞു പോവുകയാ, എല്ലാം തോലുമാവുകയാ. പടച്ചവനെ, എന്തൊരു സ്നേഹമെന്നറിയുമോ? അതിനാടാ ചെറുപ്പക്കാരാ സ്നേഹമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയില് ആയത്തോട് കൊടുക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. സ്നേഹിക്കണമടാ ചെറുപ്പക്കാരോ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണം ഉപ്പമാര്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കേവലം റബീഉൽ അവ്വൽ വദാ കടന്നു വരുമ്പോ ആ മാസത്തിൽ മാത്രമല്ല സ്നേഹം വേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ഞാൻ അങ്ങ് എന്റെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, നിന്റെ ജീവന്റെ ജീവനക്കാവരാണ് ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. പടച്ചവരെ, നിന്റെ ഗർഭം ചുമന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ,
9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന ഉമ്മ, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മ, സ്വന്തം ആരോഗ്യം നോക്കാതെ നിനക്ക് പാല് തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ മോനെ, ആ ഉമ്മാനെ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണല്ലോ സ്വർഗം കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാപ്പാനെ ഇഷ്ടപ്പെടുന്ന മക്കളുണ്ടല്ലോ, സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പാ, സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പാ. എടാ, നീ നിന്റെ ഉമ്മയെക്കാൾ, നിന്റെ ഉപ്പയെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ കൂടപ്പിറപ്പുകളെക്കാൾ, പടച്ചവരെ നിന്റെ സമ്പത്തിനേക്കാൾ, എന്തിനാ നീ നിന്റെ ജീവനേക്കാൾ എപ്പോഴാണോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് അപ്പോഴേ നീ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നീ നിന്റെ ജീവനേക്കാൾ, നിന്റെ ഭാര്യയെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ മാതാപിതാക്കളെക്കാൾ അല്ലാഹുവിന്റെ പ്രവാചകന് എപ്പോഴാണോ നീ സ്നേഹിക്കുന്നത് അപ്പോഴേ നീ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ, അങ്ങനെ ഒരു സ്നേഹം നമുക്കുണ്ടോ ചെറുപ്പക്കാരോ പെങ്ങളെ? അങ്ങനെ ഒരു സ്നേഹം അല്ലാഹുവിന്റെ പ്രവാചകനോട് നിനക്കുണ്ടോ? അങ്ങനെ ഒരു സ്നേഹമുള്ളവർക്കാണ് നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അവസരമുള്ളത്. അതുകൊണ്ട് നാവ് കൊണ്ട് പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ വേണം ചെറുപ്പക്കാരോ, നിന്റെ ജീവിതത്തിൽ കാണിക്കണം ചെറുപ്പക്കാരോ. റസൂലുള്ളാഹി തങ്ങളെ നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം മുപ്പോ, അല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്നു മഹാനായ സ്വഹാബത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഒരടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് നബി തങ്ങളെ സ്നേഹിക്കേണ്ടതെന്നറിയുമോ? ഈജിപ്തിന്റെ ഗവർണറായിരുന്നു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതാ ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ മൂക്കാരോ ഒടിച്ചിരിക്കുകയാണ്. പടച്ചവനെ, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നവരുടെ ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിന്റെ രൂപത്തിന്റെ മൂക്കാരോ ഒടിച്ചു കളഞ്ഞിരിക്കുകയാ. റബ്ബേ, വല്ലാത്ത വിഷയമായി. പടച്ചവനെ, ക്രിസ്തുമത വിശ്വാസികൾ പറയുന്നു ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്, ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്. ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചു മാറ്റിയിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. നാട്ടില് വല്ലാത്ത വിഷമമായി, വല്ലാത്ത പ്രയാസമായി. പടച്ചവനെ, മുസ്ലിമീങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം അങ്ങനെ ചെയ്യാറില്ല. മറ്റൊരു മതത്തിന്റെ ആരാധനകൾ, മറ്റൊരു മതത്തിന്റെ ദൈവങ്ങളെ കുറ്റം പറയരുതെന്ന് പഠിപ്പിക്കുന്ന ദീനാ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യില്ല. അവരംഗീകരിക്കുന്നില്ല, എന്ത് പറഞ്ഞിട്ടും അവര് സമ്മതിക്കുന്നില്ല. അവസാനം പടച്ചവനെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഗവർണറാണ്. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ തന്നെ സ്വർണത്തിലോ മാണിക്യത്തിലോ നിങ്ങൾ പറയുന്ന സാധനം കൊണ്ട് നിങ്ങളുടെ ദൈവത്തിന്റെ വിഗ്രഹം ഞാൻ ഉണ്ടാക്കി തരാ, എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി തരാ. ആ സമയത്ത് അവര് പറഞ്ഞു, ഒരിക്കലും അതിന് കഴിയില്ല, ഒരിക്കലും ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇനി ഒറ്റ പോംവഴിയേ ഉള്ളൂ, ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളുടെ പ്രവാചകനായ നബി തങ്ങളുണ്ടല്ലോ, ആ മുഹമ്മദിന്റെ ഒരു രൂപമുണ്ടാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു രൂപമുണ്ടാക്കിയിട്ട് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് പടച്ചവനെ, ആ മുഹമ്മദിന്റെ മൂക്ക് ഞങ്ങൾക്ക് മുറിച്ചു മാറ്റണം, എങ്കിലേ ഞങ്ങൾക്ക് സമാധാനമാകൂ, അല്ലാതെ ഒരു പോംവഴിയില്ല. അല്ലാഹുവേ, അവിടുന്ന് ക്രിസ്ത്യാനികൾ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ രൂപമുണ്ടാക്കണമെന്ന് പറയുമ്പോ അവിടെന്ന് പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ രൂപമുണ്ടാക്കുവാനോ ഞങ്ങളുടെ
നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് മുത്തുനബിയുടെ മൂക്ക് മുറിച്ചെടുക്കുവാനോ ഒരിക്കലും നിങ്ങൾ സമ്മതിക്കില്ല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്തിനാ നബി തങ്ങളുടെ രൂപമുണ്ടാക്കുന്നത്? എന്തിനാ നബി തങ്ങളുടെ രൂപമുണ്ടാക്കുന്നത്? ഈ നിൽക്കുന്നവരിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ, ജീവനോടെ നിങ്ങൾ മൂക്ക് മുറിച്ചെടുത്തോ, ജീവനോടെ നിങ്ങൾ വെട്ടി നുറുക്കിക്കോ. ഞങ്ങളുടെ നേതാവിനെ തൊടാൻ പറ്റൂല, ഞങ്ങളുടെ നേതാവിന്റെ രൂപമുണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആരെ വേണമെങ്കിലും തെരഞ്ഞെടുത്തോ. ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ഏത് മുസ്ലിമിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവനോടെ മുറിച്ചെടുക്കാം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുമ്പോ ക്രിസ്ത്യാനികൾ പറയുകയാ, അംർ ഇബ്നുൽ ആസ് ഇവരെ ആരും ഞങ്ങൾക്ക് വേണ്ട, ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട. നീയല്ലേ ഇവരുടെ നേതാവ്, നീയല്ലേ മുഹമ്മദിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവന്, നിന്റെ മൂക്ക് മുറിക്കാൻ നീ സമ്മതിക്കുമോ? സുബ്ഹാനല്ലാഹ്. ഈജിപ്തിന്റെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, നിന്റെ മൂക്കാണ് മുറിക്കേണ്ടത്. പടച്ചവനെ, ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചതിന് പകരം നിന്നെ ജീവനോടെ വെട്ടി മുറിക്കണം, നിനക്ക് തയ്യാറാണോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് തയ്യാറാവുകയാ, അവിടുന്ന് തയ്യാറാവുകയാ. കാരണം നബിതങ്ങളുടെ വെട്ടും നബിതങ്ങളുടെ മൂക്ക് മുറിക്കുന്നതിനേക്കാൾ പടച്ചവനെ എന്റെ മുറിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ പറഞ്ഞ ദിവസം എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ച്. അതാ ഗവർണറായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂക്ക് മുറിക്കാൻ സമയമായി തയ്യാറെടുക്കുകയാ. അംർ ഇബ്നു ആസ് തങ്ങൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഒരാളും അനങ്ങരുത്. ഇവിടെ എന്ത് സംഭവിച്ചാൽ ഇവര് തുണ്ടം തുണ്ടമായി എന്നെ വെട്ടിമുറിച്ചാൽ നിങ്ങളാരും അനങ്ങരുത്, നിങ്ങളൊരാളും ഇവരെ ഒന്നും ചെയ്യരുത്. റബ്ബേ, അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായി വരികയോ. നബിതങ്ങളോടുള്ള മഹബ്ബത്ത് കാരണം അംർ ഇബ്നു ആസ് തങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയോ? ആ ജൂതന്മാര് പറഞ്ഞത്, ആ ക്രിസ്ത്യാനികൾ പറഞ്ഞത്, ഇവരിൽ ഏറ്റവും കൂടുതൽ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നത് നീയാണല്ലോ, നിന്റെ മൂക്കാണ് ഞങ്ങൾക്ക് മുറിക്കേണ്ടത്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പേടിയില്ലടാ ചെറുപ്പക്കാരാ, നബി തങ്ങൾക്ക് വേണ്ടി പടച്ചവരെ ഒരു പേടിയുമില്ലാതെ പടച്ചറപ്പേ അവന്മാരുടെ കണ്ണിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാ. അതാ ഊരി പിടിച്ച വാളുമായി അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം നുറുക്കാ. അവിടുന്ന് പടച്ചവനെ ആരാച്ചാര് വരികയോ. അതാ മൂക്ക് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് അതാ മനുഷ്യൻ കടന്നു വരുമ്പോ ഒരു പേടിയുമില്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയോ. അതാ കയ്യിൽ പിടിച്ച വാളങ്ങ് വലിച്ചെറിയുകയാണ്. അംർ ഇബ്നു ആസ് തങ്ങളുടെ മുന്നിൽ നിന്ന് ശരീരം മുറിക്കാൻ ഉയർത്തിയ വാളുണ്ടല്ലോ, അത് വലിച്ചെറിഞ്ഞിട്ട് പറയുകയോ, ഇതുപോലെ ഒരു നേതാവിനെ സ്നേഹിക്കുന്ന നിങ്ങളെ ഞാൻ കണ്ടിട്ട് നന്നായില്ലെങ്കിൽ, ഇതുപോലെ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന ഒരു മഹാനിനെ കണ്ടിട്ട് ഞാൻ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു പ്രവാചക സ്നേഹിയെ കണ്ടപ്പോ കയ്യിലിരുന്ന വാള് വലിച്ചൂരിയെറിഞ്ഞിട്ട് അവിടത്തെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, ഇങ്ങനെയാ മോനെ നബിതങ്ങളെ സ്നേഹിക്കേണ്ടത്, ഇങ്ങനെയാണ് നബിതങ്ങളോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടത്. മഹാനായ അബ്ദുല്ലാഹിബ്നു അദാ സഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ, ജറാഹിന്റെ മകന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് അബൂ ഉബൈദയുടെ പിതാവ് അല്ലാഹു
പൊതുവേ ചീത്ത വിളിക്കുകയാ. സ്വന്തം മകൻ റസൂലുള്ളാഹിയുടെ കൂടെ നിൽക്കുമ്പോ സ്വന്തം പിതാവാണ് താഴെ വന്ന് നിന്നിട്ട് ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാ. വ്യഭിചരിച്ചുണ്ടായവനെ സ്വന്തം ഉമ്മയെ കുറിച്ച് പറഞ്ഞാൽ ഏതൊരു ചെറുപ്പക്കാരനും സഹിക്കാൻ കഴിയില്ലല്ലോ. അതാ അബൂ ഉബൈദയുടെ മുന്നിൽ തന്റെ പ്രിയപ്പെട്ട പിതാവ് വന്ന് നിന്നിട്ട് പറയുകയാ, എടാ നിന്റെ ഉമ്മ വഴിപിഴച്ചുണ്ടായവളോ, നീ വഴിപിഴച്ചുണ്ടായവനാടാ, ഞാനല്ലടാ നിന്റെ പിതാവ്, നിന്റെ ഉമ്മ വ്യഭിചാരിയാണെന്നൊരു മകനോട് പറയുകയാ. അബൂ ഉബൈദ അനങ്ങിയില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നുമകൻ ഇറങ്ങി വരുന്നില്ല. അവസാനം ആ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയോ? മുഹമ്മദിനെ പറഞ്ഞ മകന് നോവുമെന്നറിയാ, അല്ലാന്റെ റസൂലിനെ ചീത്ത പറഞ്ഞ മകന് നോവുമെന്നറിയാ. അവിടെ നിന്നുകൊണ്ട് മുഹമ്മദ് നബിയെ ചീത്ത വിളിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മോശമായത് പറയുകയാ. ഉമ്മയെ പറഞ്ഞപ്പോ പടച്ചവനെ സഹിക്കാത്ത പൊന്നുമകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് മോശമായത് പറയുമ്പോ താഴെ നിന്ന് വിളിച്ചു പറയുന്നത് വാപ്പയാണെന്ന് നോക്കിയില്ലടാ ചെറുപ്പക്കാരോ. ജന്മം കൊടുത്ത പിതാവാട് തന്റെ മുമ്പിൽ വന്ന് നിന്ന് പറയുന്നതെന്ന് മുഹമ്മദേ ഇറക്കി വിടടാ, നിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരുത്തൻ ചത്താ അവൻ സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞാൻ ഒരുത്തനെ സ്വർഗത്തിൽ വിടാ, ഇറക്കി വിടടാ മുഹമ്മദേ എന്ന് നബി തങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് സ്വന്തം പിതാവാണ് വിളിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളെ എന്തോ പറഞ്ഞപ്പോ, നബി തങ്ങളെ മോശമായ ഒരു വാക്ക് പറഞ്ഞപ്പോ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി വരികയാ. തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തല വെട്ടിയെടുത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് സലാം പറയുമ്പോ നബി തങ്ങളെ സലാം അടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ തലതിരിക്കുകയാ. മറുഭാഗത്ത് പോയി നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബി തങ്ങളോട് സലാം പറയുകയാ. അവിടെ നിന്ന് സലാം അടക്കുന്നില്ല. അവസാനം പടച്ചവനെ അവിടെ നിന്ന് ആകാശത്ത് നിന്ന് മലക്ക് വരികയാണ്. ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ സലാം അടക്കു നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്വന്തം പിതാവിന്റെ തലയാട് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തത് എന്തിന്റെ പേരിലാ? നബി തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിലാ. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്നേഹം നിനക്ക് ഉണ്ടായാ നബി തങ്ങളെ സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് വെറുതെയല്ലടാ ചെറുപ്പക്കാരാ. എടാ ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ അവള് കളഞ്ഞിട്ട് പോകുമല്ലോ, അവള് വഞ്ചിക്കുമല്ലോ, അവള് നിന്നെ പറ്റിക്കുമല്ലോ. പടച്ചവനെ ഇന്നത്തെ യുവതലമുറ വല്ലാത്ത പ്രണയമാ. കേരളത്തിൽ പ്രേമിച്ച പെണ്ണിനെ കിട്ടാതെ വന്നപ്പോ ആ പെണ്ണിനെ കത്തിച്ചു കൊന്നവനില്ല, ആസറ്റെടുത്തൊഴിച്ചവരില്ല, കഴുത്ത് മുറിച്ചു മാറ്റിയവരില്ല, അതാ അടിവയറ്റിലേക്ക് കത്തികേറ്റിയവരില്ല. സ്നേഹിച്ച പെണ്ണിനെ കിട്ടാതെ വരുമ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇന്നത്തെ യുവതലമുറ കടന്ന് പലതും കാണിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഇഷ്ടപ്പെട്ട കാമുകന്റെ കൂടെ അല്ലാഹുവിന്റെ ദീനും വലിച്ചെറിഞ്ഞ് മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്, ഇവൻ ജീവിതത്തിന്റെ അവസാനം വരെ നിന്റെ കൂടെ ഇല്ല എന്ന് നിനക്കറിയാമല്ലോ. എങ്കിൽ സ്നേഹം കൊടുത്താ തിരിച്ചു തരും ചെറുപ്പക്കാരോ. നിനക്കറിയുമോ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാ വെറുതെയാകില്ല. നബി തങ്ങളെ ഇഷ്ടപ്പെട്ട, നബി തങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നബി തങ്ങളെ തിരിച്ചു സ്നേഹിക്കും ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ റസൂല് വൺ സൈഡ് പ്രണയമല്ല. നീ നബി തങ്ങളെ ഇഷ്ടപ്പെടേണ്ട രീതിയിൽ ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ റസൂല് നിന്നെ മറക്കൂല. നബി തങ്ങളെ നിന്നെ ഇഷ്ടപ്പെടുമല്ലോ, നബി തങ്ങളെ നിന്നെ കാണാൻ വരുമല്ലോ.
അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആഗ്രഹമുണ്ടെന്ന് കൈപൊക്കിയ മുസ്ലിമേ, സ്നേഹിക്കാതെ കാണാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂലിനെ പ്രണയിക്കാതെ കാണാൻ പറ്റുമോ? നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോ സലാത്ത് പറയാതെ കാണാൻ പറ്റുമോ? എടാ ചെറുപ്പക്കാരാ, സ്നേഹിക്കുന്നതിന് പ്രായമില്ലല്ലോ, മുടി നരയ്ക്കണമെന്നില്ലല്ലോ, ആലിമാകണമെന്നില്ലല്ലോ. മദീനയിലെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിന് ഈ കർണാടകയുടെ ഏതെങ്കിലും ഒരു മൂലയില് നിന്റെ കൂരക്കകത്തിരുന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ച ആ മദീനയുടെ പച്ചക്കുപ്പയുടെ അടിത്തട്ടിൽ കിടക്കുന്ന നബിതങ്ങളെ നിന്നെ സ്നേഹിക്കുമടാ മോനെ. നീ സലാം പറഞ്ഞ സലാം അടക്കം ചെറുപ്പക്കാരാ കാണാൻ വരും പെങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകം നിന്നെ കാണാൻ വരും പെണ്ണ്. ഭർത്താവ് ചെലവിന് തരുന്നില്ല, മാതാപിതാക്കളെ കാണാൻ വരുന്നില്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഉമ്മ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് സങ്കടം പറയുന്ന പെണ്ണ്, കൊടുത്താ തിരിച്ചു കിട്ടുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകം നിന്നെ സ്നേഹിക്കണോ? അള്ളാന്റെ റസൂല് നിന്നെ കാണാൻ വരണോ? നബിതങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നബിതങ്ങളും നിന്നെ സ്നേഹിക്കുമല്ലോ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. 10 മണി കഴിഞ്ഞു, 10:15 കഴിഞ്ഞു, 15 മിനിറ്റ് ഉണ്ട്. നബിതങ്ങളെ സ്നേഹിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ബക്കറ്റ് പിരിവുണ്ടോ? ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവുണ്ടോ? പെട്ടെന്ന് എടുത്തു. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരാരും എഴുന്നേറ്റ് ഓടരുത്. അസ്വദഖത്തു റദ്ദുൽ ബലാ. ഇപ്പം എല്ലാവരുടെ അടുത്തും ഇപ്പം, സ്ത്രീകൾ മാത്രമല്ല, ആണുങ്ങളുടെ ഭാഗത്തും മുസാഫകത്തൊന്നുമില്ല. തങ്ങളുടെ കൈ പിടിച്ച എൻ്റെ ഞാൻ മുത്തല്ലിമ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ബക്കറ്റ് കൊണ്ടുപോകല്ലേ, ബക്കറ്റ് കൊണ്ടുപോകല്ലേ, എടുത്തു എല്ലാവരും നിന്ന്. ഞാൻ നോക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ആരും ഓസിന് പൈസ കൊടുക്കണ്ട. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലാഹ്ക്ക് വേണോ? അല്ലാഹ്ക്ക് വേണ്ട. നീ കൊടുത്താ നിനക്ക് നേട്ടം. ഞാൻ ഇന്ന് വയലിന് വേണ്ടി ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ ഫോണിൽ ഒരു വാപ്പ വിളിച്ചു. എറണാകുളത്ത് ഏതോ ഹോസ്പിറ്റലിൽ നിൽക്കുകയാ. 1.5 വയസ്സുണ്ട് ഒരു കുട്ടി. 1.5 വയസ്സുണ്ട്. കണ്ണിന് ചെറിയ പ്രയാസവുമായിട്ട് കൊണ്ടുപോയതാ. കണ്ണിന് ക്യാൻസർ ആണെന്നാ ഡോക്ടർ പറയുന്നത്. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1.5 വയസ്സുള്ള ഒരു കുട്ടി. ഇപ്പോൾ ഒരു സഹോദരൻ ചെറുപ്പക്കാരൻ സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം, അവൻ്റെ കുടുംബത്തിൽ ആരോ ഇതുപോലെ ക്യാൻസർ പനി പടരുന്നു. ഞാനിപ്പോൾ ഇവിടുത്തെ ഹാജിയാരുടെ വീട്ടിൽ പോയപ്പോൾ പടച്ചവന് ക്യാൻസർ അവിടെയും നിൽക്കുന്ന ഒരു സഹോദരൻ ഇങ്ങനെ കാണിച്ചു തന്നു. അസ്ഹാബുൽ കഹഫിന് കാവല് നിന്ന പട്ടിയും സ്വർഗത്തിലാണെന്ന. അതിനെ ഉപദ്രവിച്ചിട്ട് പൊക്കോട്ടെ, ഒന്ന് മാറിക്കടാ. അസ്ഹാബുൽ കഹഫിന് കാവല് നിന്ന, ഇല്ലേ അങ്ങനല്ലേ ഉസ്താദേ? അസ്ഹാബുൽ കഹഫിന് കാവല് നിന്ന നായി വരെ സ്വർഗത്ത്. അതിനെ ഓടിച്ചേക്കല്ല ആരും വിട്ടേ, അതിൻ്റെ വഴി നോക്കി പോകട്ടെ. ഇൻഷാ അല്ലാഹ് അതിനെ വിട്ടേരെ. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇടേ പൈസയും കൂട്ടി വെച്ചുകൊണ്ടിരുന്നാ പോരാ, പോയി ഓടിക്കല്ല, കഥങ്ങ് പൊക്കോളും. നമ്മൾ ആരും അതിനൊന്നും ചെയ്യാതിരുന്നാൽ മതി. പൊക്കോടാ ഉണ്ടോ അവ അതിൻ്റെ മുകളിൽ കയറുക. ഇങ്ങോട്ട് നോക്കിക്കേ, പൈസ വെറുതെ ഉണ്ടാക്കി വെച്ചാൽ പോരാ. വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് ഓതുന്നില്ലേ? അസുഹാബുൽ കഹഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചവരാ. അവിടെ ജോർദാനിലൊക്കെ പോയാൽ കാണാൻ പറ്റും, പോയി കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ലക്ഷങ്ങളും കൂട്ടി ഇങ്ങനെ വെച്ചുകൊണ്ട് ഊട്ടി പോയിട്ടുണ്ട്, മൈസൂർ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ഗോവയിൽ പോയിട്ടുണ്ട്. എന്നാൽ ഫലസ്തീനിൽ പോയിട്ടുണ്ടോ? ഈജിപ്തിൽ പോയിട്ടുണ്ടോ? ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടുണ്ടോ? മസ്ജിദ് നബവി കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബ കണ്ടിട്ടുണ്ടോ? പോയി കാണണം. പിന്നെ എവിടെ കാണാനിരിക്കുക? നിങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് വരുന്ന ആ കയറ്റം കണ്ടാൽ മതിയല്ല, ഇല്ല എങ്ങെല്ലാം കാണാം. എൻ്റെ കൂടെ വന്ന ആ ചങ്ങാതി പറഞ്ഞു, എൻ്റെ ഉസ്താദ് ആ മലയുടെ മുകളിലാ പോകണ്ടേന്ന്. നെഞ്ചൊന്ന് വാളി.
എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, ഉസ്താദെ ഈ കാണുന്ന മലയുടെ മുകളിലാണെന്ന്. ഞാൻ വിചാരിച്ചു എങ്ങനെ കയറും പടച്ചവനെ, ഓൻ തെള്ളിയതാന്നാ വിചാരിച്ചേ. പക്ഷെ അതിൻ്റെ മുകളിൽ വന്നപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ പടച്ചവൻ അൽഹംദുലില്ലാ നല്ല മനോഹരമായ നാടാ നിങ്ങളുടെ നാട്. അൽഹംദുലില്ലാ നല്ല പച്ചപ്പ്. അൽഹംദുലില്ലാ. അള്ളാഹു നിങ്ങളുടെ ഈ നാടിൻ്റെ സൗന്ദര്യം അള്ളാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോയി കാണണം ചങ്ങാതിമാരെ. കുൽ സീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ചുമ്മാതെ പൈസയും കൂട്ടി വെച്ചാൽ പോരാ, പോയിട്ട് കാണേണ്ടതൊക്കെ പോയി കാണണം. അൽഹംദുലില്ലാ എല്ലാ സ്ഥലങ്ങളും പോയി കാണണം. അൽഹംദുലില്ലാ ഞാനിപ്പോൾ ഉംറയ്ക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഒന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി വെള്ളിയാഴ്ച നിസ്കരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ചാൽ പോരല്ലോ. ഫലസ്തീനിൽ പോയിട്ട് കുഴപ്പമില്ലപ്പാ, ജസ്റ്റ് നിങ്ങൾ പേടിക്കണ്ട, പൊക്കെ നിങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുക. ചെറിയ ഇത്തിരി വെള്ളം കൊടുത്താൽ മതി, മാറിക്കോ. നിങ്ങൾ ഇരിക്കടോ, ചാടി എഴുന്നേറ്റ് പോയിട്ട് ഇവർ ടെൻഷനാക്കാതെ. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് വീണതാ, കുഴപ്പമില്ല, ഇത്തിരി വെള്ളം കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹോദരന് ശിഫ കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഇരിക്കട ചങ്ങായി. ഇല്ല ഒന്നുമില്ലടോ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു ഉമ്മായ ഹോസ്പിറ്റലിൽ നിന്ന് തള്ളി വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. പടച്ചോനെ മക്കളെല്ലാം കൂടിയിട്ട് ഉമ്മാന്റെ റൂമിനകത്ത് അടച്ചിട്ടിട്ട് ചുറ്റുഭാഗത്ത് മുഴുവനും തിരിയും കത്തിച്ചിട്ട് ഉമ്മായ്ക്ക് ശ്വാസം പോലും വിടാനില്ലാതെ കൂടെ പോയി നിന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുക. എന്തിന്? ആ ഉമ്മ വിചാരിക്കുന്നുണ്ടാവും പടച്ചോൻ ഇത് എന്താപ്പാന്ന്. മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ആ പാവത്തിനെ കൊല്ലാക്കൊല ചെയ്യുക. അതുപോലെ നിങ്ങളെല്ലാം കൂടല്ലേ. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ പോയി ഒരു ജുമാ നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരാമീൻ പറ മനുഷ്യന്മാരെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പൈസ, ആ പൈസ എടുത്തിട്ട് അൽഹംദുലില്ലാ അള്ളാഹുവേ എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറോ ട്യൂമറോ പോലെയുള്ള ഏതെങ്കിലും ഒരു മാരകമായ രോഗമുണ്ടെങ്കിൽ പടച്ചവനെ ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ സദക്ക കൊണ്ട് ചികിത്സിക്കാൻ തയ്യാറാകുക. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബക്കറ്റ് കൊണ്ടുപോകുന്നവര് ആരൊക്കെയാ? ബക്കറ്റ് കൊണ്ടുവന്ന നിങ്ങളാണോ? നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് വീട് കെട്ടാനല്ല, നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കാനല്ല, ഈ പൈസ കൊണ്ട് കറങ്ങാൻ പോകാനല്ല. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാ. അതുകൊണ്ട് ഒരു നാണവും വേണ്ട. ബക്കറ്റുമായി എല്ലാവരുടെ മുന്നിൽ പോയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു നല്ല സദക്ക എടുത്ത് ഇനി എടുത്തോ. അൽഹംദുലില്ലാ പോക്കറ്റിൽ കയ്യിറോ. അൽഹംദുലില്ലാ ഒരു നല്ല സദക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم ارحم റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ആരാണോ മനസ്സറിഞ്ഞു കൊണ്ടൊരു നല്ല സദക്ക കൊടുക്കുന്നത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചവനെ, അറുത്തുമുറിക്കുന്ന രോഗങ്ങൾ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ പടച്ചറപ്പേ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ കാക്കണേ അല്ലാഹ്. പടച്ചറപ്പേ, ഈ സദക്ക കൊടുക്കുന്ന ഇവർക്ക് മരിക്കുമ്പോ ഇതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാ. നബിതങ്ങളെ സ്നേഹിച്ചാൽ നബിതങ്ങൾ നമുക്ക് തിരിച്ചു തരുന്നത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതേപ്പാ ചങ്ങാതിയുടെ പ്രശ്നം കഴിഞ്ഞാ? ആ ചങ്ങാതിയുടെ പ്രശ്നം കഴിഞ്ഞാ? ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല. അൽഹംദുലില്ലാ. പണ്ടൊക്കെ വയത് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മയ്യത്താ കൊണ്ടുപോകണേ. ഇപ്പോൾ ഒന്ന് തലകറങ്ങിയല്ലേ വീണുള്ളൂ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന് എഴുന്നേറ്റ്, നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. നിങ്ങളിരിക്കടോ, നിങ്ങളൊക്കെ എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്.
എഴുന്നേറ്റാ ആ ഇരുന്ന കസേര ഒന്ന് പൊക്കിക്ക്. ഉറങ്ങുന്ന കുഞ്ഞിനെ വിട്ടേരെ. എന്നിട്ട് ഇങ്ങ് ഫ്രണ്ടിലോട്ട് കയറിക്കോ. വാ 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 എല്ലാവരും ഇങ്ങ് വാ, ദുആ ചെയ്യട്ടെ. വാ എല്ലാവരും കയറിക്കോ, പെട്ടെന്ന് കയറിക്കോ ഇൻഷാ അല്ലാഹ്. പോകേണ്ടവരൊക്കെ ഇറങ്ങി പൊക്കോളി, പോകേണ്ടവരൊക്കെ ഇറങ്ങി പോകേൻ, അല്ലാത്തവരൊക്കെ കയറി ഇൻഷാ അല്ലാഹ്. ഇങ്ങ് ഫ്രണ്ടിലോട്ട് കയറിക്കോ. അൽഹംദുലില്ലാഹ്. ഇങ്ങോട്ട് കയറിയിരുന്നോ, ഇനി വഴിയൊന്നുമില്ല, കയറിക്കോ. ബിസ്മില്ലാഹ്. വാ വാ വാ, നിങ്ങളും വാടോ, നിങ്ങളും വാ, കയറി എല്ലാവരും കയറിക്കോ. അൽഹംദുലില്ലാഹ്. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവരെ ബുദ്ധിമുട്ടിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. കയറി എല്ലാവരും ഒന്ന് കാണാനാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് കയറിയിരിക്കണോ. പോണ്ടവരൊക്കെ പൊക്കോളി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ ആമീം പിന്നെ ചോദിക്കാം. ഇൻഷാ കന്നഡത്തിൽ എഴുതി തന്നെ ഞാൻ എന്ത് വായിക്കാൻ ആചാര. എൻ്റെ മുമ്പിലൊരു നോട്ടീസ് ഇരിക്കുന്നുണ്ട്, ഇതിനകത്ത് മൊത്തം കന്നഡ ആയതുകൊണ്ട് എനിക്ക് ഇരിക്കടോ ഇരിക്കും. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇരിക്കുക കാക്കാമാരെ, നിൽക്കരുത്. നിങ്ങൾ 4 പേര് എന്താ ഇരിക്കണേ, നിൽക്കണേ, ഇരിക്കിരി. അൽഹംദുലില്ലാഹ്. വാ വാ വാ, കയറി വാ. അൽഹംദുലില്ലാഹ്. നിർത്താം ഇൻഷാ അല്ലാഹ്. ഇത്രയും ദൂരം ഞാൻ ഇന്നലെ രാത്രി 6 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 6 മണിക്ക് ഇന്നലെ രാത്രി കയറി. ഇൻഷാ അല്ലാഹ് ഇന്ന് രാവിലെ ഒരു 10:45 11 മണിക്ക് വന്നിറങ്ങി. യാത്ര ഇവിടെ വരെ എത്തി. ഇനി ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് മംഗലാപുരത്ത് പോയി ഫസ്റ്റ് കിട്ടുന്ന ട്രെയിനിൽ കയറിയ നാളെ രാത്രി 6 മണിയാകുമ്പോൾ എൻ്റെ നാട്ടിലെത്തും. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ വയത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നല്ല തണുപ്പുണ്ടില്ലേ? തണുക്കുന്നുണ്ടാ? വീടി വലിച്ചിട്ട് പോണ പോലെ എൻ്റെ വായിൽ നിന്ന് പുക പോണണ്ട ഇല്ലേ? നിങ്ങൾ നിൽക്കരുത്, ഇരിക്ക്. ഇനിയും 15 മിനിറ്റ് ഇരിക്കണം. എല്ലാവരും ഇരിക്കുക. അൽഹംദുലില്ലാഹ്. കുന്നിൻ്റെ മുകളിൽ നിന്നോ, താഴെ ഇറങ്ങണ്ട കേട്ടാ. അതിൻ്റെ മുകളിൽ നിൽക്കണവരോട് സ്വർഗത്തിൽ പോകണമെന്ന ഏറ്റവും വലിയ ആഗ്രഹം. കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന കാക്ക സ്വർഗം ഇല്ല. അല്ലാ ഞാൻ വെളിയിൽ നിൽക്കൂ, നിന്നോ, ചിലപ്പോൾ പുറത്തായി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങളെ സ്നേഹിക്കുവോ? നബിതങ്ങളെ സ്നേഹിക്കുമോ? ഈ ഇൻഷാ അല്ലാ എന്ന് പറയുന്ന എന്തിനാ? സംശയമുള്ള കാര്യങ്ങൾക്കല്ലേ ഇൻഷാ അല്ലാ പറയണേ. നാളെ കാണാം, നാളെ തരാം, നാളെ പറയാം, നാളെ വരാം. അപ്പം നീ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ. ഇന്ന് വീടെത്തുമെന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാ. കാരണം എത്തുമെന്ന് നമുക്കറിയാം. എനിക്കുള്ളതാ ബക്കറ്റ് വീടാ. നീ നിങ്ങളൊന്നും ഇരിക്കണില്ലല്ലോ, നിന്നോ. നബിതങ്ങളെ സ്നേഹിക്കുവോ? ഉറപ്പാ വേണ്ടത്. സ്നേഹിക്കോ? സ്നേഹിത്താൽ തിരിച്ചു കിട്ടുന്ന എന്താ? സ്നേഹിച്ച നബിതങ്ങൾ നിന്നെയും തിരിച്ച് സ്നേഹിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വൺ സൈഡ് പ്രണയമല്ല. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് പത്രത്തിൽ ഒരു ചെറുപ്പക്കാരെ ഒരു പെണ്ണിനെ കഴുത്തറുത്ത് കൊന്നു. തന്നെ പ്രണയിക്കാത്തതിൻ്റെ പേരിൽ. എന്തിൻ്റെ പേരിൽ? എന്നാൽ വേറൊരുത്തൻ കൊന്നു. എന്തിന്? തേച്ചിട്ട് പോയതിൻ്റെ പേരിൽ. പ്രണയിക്കാത്തതിൻ്റെ പേരിലും കൊല, പ്രണയിച്ചിട്ട് കളഞ്ഞിട്ട് പോയതിൻ്റെ പേരിലും കൊല. കൊലവല്ലാതെ ഇപ്പം ആളെ കൊല്ലുന്നത് സിമ്പിളായിപ്പോയി, നിസ്സാരമായിപ്പോയി. എങ്കിലും നീ പേടിക്ക്. നീ സ്നേഹിച്ച നബിതങ്ങൾ നിന്നെ തിരിച്ച് സ്നേഹിക്കും. നിന്നെ കാണാൻ വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നീ അങ്ങ് മദീനത്തൊന്നും പോയില്ലെങ്കിലും നിന്റെ വീടിനകത്ത് വരും. നിന്റെ ചെറിയ കൂരയ്ക്കകത്ത് നബിതങ്ങൾ നിന്നെ കാണാൻ വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോഴോ, നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴോ 3 പ്രതിഫലം ഞാൻ പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഒരു കളങ്കവുമില്ല ചെറുപ്പക്കാരാ, ഒരു കള്ളത്തരവുമില്ലടാ. നബി തങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ നീ മുത്തുനബിയെ ജീവനക്കാൽ സ്നേഹിക്ക്. അള്ളാഹുവിന്റെ പ്രവാചകനെ നീ സ്നേഹിച്ചാൽ ആര് മറന്നാലും അള്ളാന്റെ റസൂല് നിന്നെ മറക്കൂല.
നബിതങ്ങൾ നിന്നെ ഒരിക്കലും മറക്കൂല മോനെ. നബിതങ്ങൾ നിന്നെ സ്നേഹിക്കും പൊന്നുമോനെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിന്നെ കാണാൻ വരും പൊന്നുമോനെ. നബിതങ്ങളുടെ ദുആ നിനക്ക് കിട്ടും ചെറുപ്പക്കാരാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ സലാത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സഹോദരിമാരുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എൻ്റെ ചെറുപ്പക്കാരാ, സ്വലാത്ത് പറയാൻ ഇത്ര മടിയെന്തേ മോനെ? മുത്തുനബിയല്ലേ പൊന്നുമോനെ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞെന്ന് പറഞ്ഞൊരു നഷ്ടവുമില്ലല്ലോ. നിനക്കറിയുവോ സ്വലാത്തിൻ്റെ മഹത്വം എന്താ? നബിതങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളം, നബിതങ്ങളോടൊരു മനുഷ്യന് സ്നേഹമുണ്ടെങ്കിൽ പടച്ചവനെ ആ നബിതങ്ങളുടെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിതങ്ങളുടെ പേര് കേട്ട നാവിൻ്റെ തുമ്പിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ സ്വലാത്ത് വരും. അതൊരു സ്നേഹമാ മോനെ. എന്തേ നിനക്കിത്ര മടിയെന്തേ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാൻ ഇത്ര മടിയെന്തേ ചെറുപ്പക്കാരാ? അല്ല തരുന്ന പ്രതിഫലം നിനക്കറിയോ? ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നബിതങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്തേ അസ്റായീല്? യാ റസൂലല്ലാഹ്, നബിതങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. ആരാ പറയുന്നത്? അസ്റായീലാണ്. അങ്ങയെ സ്നേഹിക്കുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഞാനവരെ മറക്കില്ല നബിയെ, ഞാനവരെ വേദനിപ്പിക്കില്ല നബിയെ. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ആ മലക്കിനെ നിങ്ങൾക്ക് പേടിയല്ലേ? പേര് കേൾക്കുന്നത് പേടിയല്ലേ? എങ്കിൽ ആ മലക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവന് എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. അവനോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്നറിയോ? എടാ ചെറുപ്പക്കാരാ, കോഴി അറുത്തിടുന്നത് നീ കണ്ടിട്ടില്ലേ? കോഴി അറുത്തിടുമല്ലോ. വലിയ പെരുന്നാളിന് ഉളുഹിയ മൃഗത്തെ അറുക്കുന്നത് കാണുന്നവനല്ലേ? നീ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ. അത് കയ്യും കാലും ഇട്ടടിക്കുകയാണ്. തലയിട്ടടിക്കുന്നു, കൈകാലിട്ടടിക്കുന്നു, ചിറകിട്ടടിക്കുന്നു. അത് കടന്നു പിടഞ്ഞു 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 മരിക്കുന്നത് ലൈവായി നീ കാണുന്നവനാ. എങ്കിൽ നീ ചിന്തിക്കാറുണ്ടോ, ഈ പോയി കാണുന്ന ഈ ആടും ഈ കോഴിയുമൊക്കെ കൈകാലിട്ടടിക്കുന്നത് എന്തുകൊണ്ട്? മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടല്ലേ കൈകാലും ഇട്ടടിച്ചടിച്ചടിച്ചടിച്ചത് മരിക്കുന്നത്? ഇത് മരണവേദനയല്ലേ മോനെ? ഇങ്ങനെ ഒരു മരണം നിനക്കും വരുമല്ലോ. ആ റൂഹ് പിടിക്കുന്ന മലക്ക് പറയുകയാ, അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ ഞാൻ വേദനിപ്പിക്കില്ല. അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന പെങ്ങള് ഒരിക്കലും പ്രസവത്തിന് മരണവേദനയില്ല. പ്രസവത്തിനൊരിക്കലും മരണവേദനയില്ല. മരണവേദനയുടെ ഒരു അംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ. അതുകൊണ്ട് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് കള്ളു കുടിക്കുന്നവന്റെ പിടിക്കുന്നത് പോലെയല്ല, വ്യഭിചരിച്ച് നടക്കുന്നവന്റെ പോലെയല്ല. പിന്നെ എങ്ങനെയാ മക്കള് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും സുലൈമാൻ നബിയും അയ്യൂബ് നബിയും. പടച്ചവനെ, അതാ മഹാനായ ഈസാ നബി
നബി അലൈഹിസ്സലാം പടച്ചവനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അന അഖ്ബിദു റൂഹഹു കമാ അഖ്ബിദുൽ അർവാഹുൽ അംബിയാ. പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ നിന്നെ വേദനിപ്പിക്കില്ലടാ. കണ്ണ് തള്ളിയിട്ട് വായിലൂടെ പതയുന്നൊരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ചാകണ്ടവനല്ല നീ. നീ നബിതങ്ങളെ ഇഷ്ടപ്പെട്ടവനാ, നബിദിനം ആഘോഷിച്ചവനാ, മൗലിദ് പാരായണം ചെയ്തവനാ, നബിദിനം ആഘോഷിച്ചവനാണ്, മരിക്കുന്നത് വരെ ആഘോഷിക്കുമെന്ന് പറഞ്ഞവനാണ്, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ. നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരും മോനെ. നബിതങ്ങളും വഫാത്തിന്റെ വേളയിൽ നബിതങ്ങളും വിളിച്ചു പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വേദനയുണ്ടെന്ന് മുത്തി നബി പോലും പറഞ്ഞില്ലേ മോനെ. അതുകൊണ്ട് മരണവേദന കുറയ്ക്കണോ, മരണവേദന കുറയണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം